അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. നാം പലപ്പോഴും അല്ലാഹു എനിക്കൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് നാം ചിന്തിക്കുന്നത്. അത് മോശമായൊരു ചിന്തയാണ്. പലപ്പോഴും ആ ചിന്ത വരുന്നത് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ഓർക്കാത്തത് കൊണ്ടാണ്. ഒന്ന് ശരീരത്തിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. നാം നിയന്ത്രിക്കുന്നത് പോലെയൊന്നും അത് സഞ്ചരിക്കുന്നതല്ല. എല്ലവും അല്ലാഹുവിൻ്റെ തീരുമാനം, എല്ലവും അല്ലാഹു വിചാരിച്ചതുപോലെ എത്ര കൃത്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഘടനകളും അതിങ്ങനെ പോകുന്നത്. ഇതൊക്കെയും റബ്ബിൻ്റെ അനുഗ്രഹമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട് ഹദീസുകളിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഒരാളുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 360 കെനിപ്പുകളുണ്ട്. അതായത് ശരീരത്തിനെ അങ്ങോട്ടിങ്ങോട്ട്, ശരീരത്തിൻ്റെ ഭാഗങ്ങളെ അങ്ങോട്ടിങ്ങോട്ട് വേണ്ടതുപോലെ നാം ഉദ്ദേശിക്കുന്നത് പോലെ അത് ചലിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ കെനിപ്പുകൾ, എല്ലുകൾ വളരെ പ്രധാനപ്പെട്ടത്, എത്രയോ കണക്കുണ്ട്. വളരെ പ്രധാനപ്പെട്ടത് ഒരു 360 കെനിപ്പുകളുണ്ട് എന്നും ഹദീസുകളിൽ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. നോക്ക്, ഒരു വിരൽ എടുത്തു നോക്കിയാൽ തന്നെ ഈ വിരൽ 2-3 രീതിയിൽ നമുക്ക് മടക്കാൻ കഴിയും. എന്തുകൊണ്ട്? അവിടെയെല്ലാം അല്ലാഹു വേണ്ടതുപോലെ അല്ലാഹു അതിനെ സൃഷ്ടിച്ചത് കൊണ്ടല്ലേ നമുക്ക് നമ്മുടെ വിരലിൽ ഇങ്ങനെ മടക്കാൻ കഴിയും, ഒന്നും കൂടി മടക്കാൻ കഴിയും. അതൊക്കെയും റബ്ബിൻ്റെ അനുഗ്രഹമാണ്. ഇതിനൊക്കെ നാം അല്ലാഹുവിനിക്ക് നന്ദി പറയേണ്ടവരല്ലേ, ശുക്ർ ചെയ്യേണ്ടവരല്ലേ. ഒരു ഹദീസിൽ മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ഇസ്ബിഹു അലാ കുല്ലി സുലാമിൻ മിൻ ഹദികും സ്വദഖ. മുത്തുനബി ഒരു ഹദീസിൽ നമ്മളോട് പഠിപ്പിക്കുന്നു, ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയ ഈ കെനിപ്പുകൾക്ക് നാം സ്വതക്ക ചെയ്യേണ്ടതുണ്ട്, അല്ലാഹുവിനിക്ക് നന്ദി പറയേണ്ടതുണ്ട്. എല്ലാ രാവിലെയും നമുക്ക് റബ്ബിനോട് ഈ തന്ന അനുഗ്രഹത്തിന് വേണ്ടി, ഈ കെനിപ്പുകൾക്ക്, ഈ എല്ലുകൾക്ക് വേണ്ടി നാം റബ്ബിനോട് നന്ദി പറയേണ്ടതുണ്ട്. അതെ, അതിനു വേണ്ടി നാം അല്ലാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടി സ്വതക്ക ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ്? അല്ലാഹു തന്നതിലേക്ക് തിരിച്ചൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അതുപോലെ ഒറ്റൊരു നന്ദിയും ശുക്റും നമ്മളെ കൊണ്ട് കഴിയില്ല. എന്നാലും നമ്മളാകുന്ന രീതിയിൽ റബ്ബിനിക്ക് നന്ദിയുള്ളവരാകണം. അങ്ങനെ മുത്തുനബി അവിടെ പറയുന്നു, നാം ചെയ്യുന്ന എല്ലാ തസ്ബീഹുകളും, നാം ചൊല്ലുന്ന എല്ലാ ഹംദുകളും, നാം ചൊല്ലുന്ന എല്ലാ തക്ബീറുകളും, അങ്ങനെ പറഞ്ഞാൽ എല്ലാ ദിക്റുകളും അല്ലാഹു നൽകിയ ഈ അനുഗ്രഹത്തിനുള്ള സ്വതക്കയാണ്, ശുക്റാണെന്ന് മുത്തുനബി പഠിപ്പിച്ച് വളരെ ഗൗരവത്തോടു കൂടെ ആ ഹദീസിൽ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. വയുജ്സിഉ മിൻ ദാലിക റകഅതാനി യർകഉഹുമാ മിനദ്ദുഹാ. അതായത് ഈ നൽകിയ അനുഗ്രഹങ്ങൾക്ക് തിരിച്ചായി നാം ചെയ്യുന്ന സ്വതക്കം ശുക്റാണ്. ഹംദുകളും തഹ്ലീലുകളും തക്ബീറുകളും മറ്റുള്ള ദിക്റുകളൊക്കെ ഇത് ധാരാളം ചെയ്യൽ ബാധ്യസ്ഥരാണ് എന്ന് മുത്തുനബി പഠിപ്പിക്കുന്നു. പക്ഷേ നമ്മളതൊന്നും കൂടുതൽ ചെയ്യലില്ല, ചെയ്യുന്നവരല്ലല്ലോ. നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ നിസ്കാരത്തിൻ്റെ ശേഷം തന്നെ ഒരു 33 സുബ്ഹാനല്ലാഹ് പറയാൻ എത്രമാത്രം മടിയുള്ളവരാണ്. അങ്ങനെ മുത്തുനബി പഠിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ ധാരാളം ഹംദുകളും തസ്ബീഹുകളും തക്ബീറുകളും നാം പറയേണ്ടതുണ്ട് ഈ തന്ന അനുഗ്രഹത്തിനിക്ക് പകരമായിട്ട് എന്ന് പറഞ്ഞ് മുത്തുനബി പറയുന്നു, അതൊന്നും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അതിനെല്ലാത്തിനേക്കാൾ ഉപരി ഒരു 2 റക്അത്ത് ദുഹാ നിസ്കാരം നിങ്ങളെ കൊണ്ട് നിസ്കരിക്കാൻ കഴിയുമോ? അതായിരിക്കും എല്ലാത്തിനേക്കാൾ അതായത് ഇതിന് പകരമായി ചെല്ലേണ്ട ഹംദിനിക്കും, ഇതിന് പകരമായി ചെല്ലേണ്ട തസ്ബീഹുകൾക്ക്, ഇതിന് പകരമായി ചെല്ലേണ്ട തക്ബീറുകൾക്ക് പകരമായി നിൽക്കും നിങ്ങളുടെ ദുഹാ നിസ്കാരത്തിൽ നിന്നുള്ള ഒരു 2 റക്അത്ത് മാത്രം മുത്തുനബി അവിടെ പറയുന്നത് കാണാം. ദുഹാ അതിനേക്കാൾ കൂടുതലുണ്ട്. അതൊന്നും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ
ഒരു 2 റക്അത്ത് ദുഹാ നിസ്കാരമെങ്കിലും ഒന്ന് നിസ്കരിച്ചുകൂടെ, ഒന്ന് നിസ്കരിക്കണമെന്ന് മുത്തനബി ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട വിഷയമാണ്. അതേ, നമ്മുടെ ശരീരത്തിൽ അല്ലാഹു നൽകിയ ഈ എല്ലാ അവയവത്തിനിക്ക് പകരമായിട്ട് പലതും അല്ലാഹുവിന് എന്നും നാം സുജൂദിലായിരിക്കേണ്ട അവസ്ഥയിലായിരിക്കും. അത്രമാത്രം അനുഗ്രഹങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. എന്നാലും ഒരു 2 റക്അത്ത് ദുഹാ നിസ്കാരം അതിന് ഒരു ചെറിയ നിലക്കെങ്കിലും പകരമാകുമെന്ന് മുത്തുനബി ഹദീസിൽ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ കാണണം ദുഹാ നിസ്കാരം. അത് നിസ്സാരതയോടു കൂടെ കാണരുത്. അല്ലാഹു നൽകിയ അതേ ആ കെനിപ്പുകൾ, ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ വേണ്ടതുപോലെ തിരിക്കാനും മരിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നു. ഒരു ദിവസം എണീച്ച് നോക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഇന്നലത്തെ പോലെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവൻ തന്ന ഈ ആഫിയത്ത് മരണം വരെ അവൻ നിലനിർത്തുമാറാവട്ടെ. അതവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം അതിനൊക്കെയും പകരമായി, അതിനൊക്കെയും നന്ദിയായി നാം ചെയ്യുന്നതൊക്കെയും ചെറുതാണെന്ന ബോധത്തോടു കൂടെ തന്നെ ഒരു 2 റക്അത്ത് ദുഹാ നിസ്കാരം നാം പതിവാക്കുന്നവരാകണം. അതല്ലേ ഒരു നന്ദി ഉള്ള അടിമയുടെ ബാധ്യത. മുത്തനബി പഠിപ്പിച്ചതല്ലേ? മുത്തനബി പഠിപ്പിച്ചത് ചെയ്യുമ്പോൾ അതിലേറെ പോരിശയുണ്ടല്ലോ. അതേ, അതുകൊണ്ട് ഇനി മുതലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദുഹാ നിസ്കാരം നഷ്ടപ്പെട്ടു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസം ആ ദുഹാ നിസ്കാരം നല്ല ആവേശത്തോടു കൂടെ അതിന് ചെയ്യാനുള്ള തൗഫീഖ് അവൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.